എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും പുറകെയാണല്ലേ. അവരുടെ മരണത്തെ അത് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഏൽപ്പിച്ച വേദനയും ഒക്കെ നമ്മളിങ്ങനെ പരസ്പരം എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ ഇടുന്നു. അതിൻ്റെ താഴെ കമൻറ്റുകളായിട്ടുമൊക്കെ നമ്മളിങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ വേറൊരു സംഭവം കൂടി ഉണ്ടായി. വേറൊരു സഹോദരിയാണ്ട് തൻ്റെ 13 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് പോയിട്ട് ട്രെയിനിൻ്റെ മുൻപിൽ ചാടി ഇതുപോലെ ആത്മഹത്യ ചെയ്തു. അത് ഷൈനിയുടെ അത്രയും വിഷയങ്ങളൊന്നുമില്ല. ജോലി സംബന്ധമായ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഭാര്യയോട് ജോലിക്ക് പോകണ്ട എന്ന് ഹസ്ബൻഡ് വിദേശത്താണ്. അപ്പോൾ വിദേശത്തോട്ട് വരണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ, അപ്പോൾ ഭാര്യയ്ക്ക് ജോലിക്ക് പോകണം, അങ്ങനെയുള്ള കുറച്ച് തർക്കങ്ങൾ. എനിക്ക് തോന്നുന്നു ആ സഹോദരിക്ക് ഗവൺമെൻറ് ജോലിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വേറൊരു സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ കിട്ടിയതുമൊക്കെയായി ബന്ധപ്പെട്ടാണ് വിഷയങ്ങൾ വന്നത്. എനിവേ, എന്തായാലും ആ പുള്ളിക്കാരത്തിയാണ്ട് പോയിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് പോയിട്ട് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അതും ട്രെയിനിൻ്റെ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഓർക്കുക, നമ്മളുടെ ഈ മരണങ്ങളൊക്കെ നമ്മൾ ചുമ്മാ വൈറലാക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നഷ്ടം എന്താണ്? നമ്മളുടെയൊക്കെ വിലയേറിയ ജീവിതമാണ് നഷ്ടമാകുന്നതല്ലേ. ആ പുള്ളിക്കാരത്തേക്ക് ജോലി ഇല്ലാഞ്ഞിട്ടല്ല, ജോലിയുണ്ട്. ഇനി പോട്ടപ്പ ഹസ്ബൻഡിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ലായിരുന്നുവെങ്കിൽ ആ കുഞ്ഞിനെയും കൂട്ടി വേറെ എവിടെയെങ്കിലും മാറിപ്പോയി അവർക്ക് താമസിക്കാമായിരുന്നു. ജോലിയുണ്ടല്ലോ കയ്യിലും. പക്ഷേ അവരാണ്ട് ആ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് പോയിട്ട് ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിനകത്തൊക്കെ യാതൊരു അർത്ഥവുമില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാകും. ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം തന്നെ എടുത്താൽ മതി. അതിൻ്റെ പിന്നിലുള്ള പകുതി വ്യക്തികളെ ആകെ നോബീനെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. നോബിയുടെ ചേട്ടനുണ്ട്, നോബിയുടെ ചേട്ടൻ ഒരു അച്ഛനുണ്ട്, നോബിയുടെ അനിയനൊരു സിബി എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു അധ്യാപകനുണ്ട്. പുള്ളി ഏതോ സ്കൂളിൽ പഠിപ്പിക്കുമെന്നാണ് പറഞ്ഞ്. അപ്പോൾ ഒരു അധ്യാപകനുണ്ട്, അമ്മയുണ്ട്, അപ്പനുണ്ട്. ഇവരെ ആരെയും ക്വസ്റ്റ്യൻ ചെയ്തതായിട്ട് കാണുന്നില്ല. ആകെ നോബീനെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്കറിയാം അവിടെയൊക്കെ എന്താണ്, നീതി നിഷേധിക്കപ്പെടുകയാണ്. ഇനിയിപ്പോൾ ഷൈനിയുടെ വീട്ടിലോട്ട് വന്നാൽ ഷൈനിയുടെ അപ്പനെയും ഒരു അനിയത്തിയുടെ ഭർത്താവ് ജെയ്സനെയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ടീമുകളാണ്. പക്ഷേ അവരെ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും ഇതുവരെയും വിളിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾക്ക് കാണാം. എന്ന് വെച്ചാൽ നീതിയൊക്കെ ഒത്തിരി വിദൂരതയിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ്, ഇത്രയും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ പുള്ളിക്കാരത്തെയും കൂടെ പോയിട്ട് ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നത്. ആ കുഞ്ഞിനെ എന്തിനാണ് കൊണ്ടുപോയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം 13 വയസ്സായ ആ കുഞ്ഞിനെയും കൂടെ വിളിച്ചുകൊണ്ട് പോകേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു ഷൈനിയുടെ വിഷയം ഇത്രയും കത്തി നിൽക്കുന്നത് കൊണ്ട് ഇതും ഒരു വൈറലായിക്കോളും. അങ്ങനെ ആർക്കൊക്കെ ഒരു പണി കൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലായിരിക്കാം ഒരുപക്ഷെ ആ സഹോദരിയും അങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ ആ എനിക്ക് തോന്നുന്നു അത് പെട്ടെന്നുള്ളൊരു എടുത്തുചാട്ടമായിരുന്നു. എല്ലാ ആത്മഹത്യകളും അങ്ങനെയാണല്ലോ, പെട്ടെന്നുള്ളൊരു എടുത്തുചാട്ടം. അപ്പം അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയുവാനുള്ളത്, നമ്മളുടെയൊക്കെ ജീവിതത്തെ ഇങ്ങനെ ചുമ്മാ ഒരു നിസ്സാര കാര്യങ്ങൾക്ക് മുൻപിൽ നമ്മൾ എന്താ പറയുക, എറിഞ്ഞുടച്ചിട്ട് യാതൊരു ഗുണവുമില്ല അല്ലേ. കാരണം ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും പോയി, വേറെ ആർക്കും ഒരു നഷ്ടവുമില്ല. ഇപ്പം നോബീനെ മാത്രം പിടിച്ചോണ്ട് പോയി. കുറച്ച് കഴിയുമ്പോൾ ആ പുള്ളിയും എന്ത് ചെയ്യും, ജാമ്യം തേടി പുറത്തു വരും. അത് കഴിഞ്ഞ് പിന്നെ ആ കേസിൻ്റെ ഒക്കെ വിഷയം എന്താകുമെന്നറിയത്തില്ല. എന്തായാലും ആ പുള്ളിക്കാരത്തിക്ക് വേണ്ടി, ആ പുള്ളിക്കാരന് വേണ്ടി എവിടെയെങ്കിലും ഒരു പെണ്ണ് ഒരുങ്ങി വരികയും ചെയ്യും. കാരണം ഇന്ന് അങ്ങനെ തന്നെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. കാരണം ഈ കുറേ വർഷങ്ങൾക്ക് മുൻപേ ഒരു നടന്ന സംഭവമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു യൂട്യൂബ് ചാനലിൽ ഞാനത് കാണുവാനായിട്ട് ഇടയായതാണ്. ഒരു ട്രെയിനിൽ നിന്നും ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും അതിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഒക്കെ കൈക്കലാക്കുകയും എന്നിട്ട് അതിനെ കഴുത്ത് ഞെരിച്ച് ഷോൾ മുറുകി കൊല്ലുകയൊക്കെ ചെയ്ത ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ. ഒത്തിരി നാൾ മുൻപ് നടന്നത്. അത് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞാൻ കേൾക്കുവാനായിട്ട് ഇടയായതും. എന്നിട്ട് ഇവൻ എവിടെയായിരുന്നു? ഇവൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒരു കന്യാസ്ത്രീ ഉടുപ്പൂരി കന്യാസ്ത്രീ ആ പുള്ളിക്കാരനെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി ചെന്നത്. അവസാനം മാനസാന്തരപ്പെടുത്താൻ കന്യാസ്ത്രീ ചെന്ന് പുള്ളിക്കാരൻ കന്യാസ്ത്രീനെ മാനസാന്തരപ്പെടുത്തി. അവസാനം അവർ തമ്മിൽ കല്യാണം കഴിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ എന്ന് പറയുന്നത് പോലെ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും സാധാരണക്കാർക്കൊന്നും പെണ്ണ് കിട്ടാനില്ല, ഇങ്ങനത്തെ ക്രിമിനൽസിനെ പെണ്ണ് കിട്ടാനുള്ളത്. അത് സത്യമാണ്. അപ്പോൾ അതുപോലെ കുറച്ച് ആരെങ്കിലും ഇങ്ങനെ നോബീനെ മാനസാന്തരപ്പെടുത്താൻ വന്ന് അവസാനം അവനും ചിലപ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയെന്നിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ നോബിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു കുടുംബ പശ്ചാത്തലത്തിലോട്ടൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ ഈ നോബിയും ഷൈനിയും കുഞ്ഞുങ്ങളും ഒക്കെ അവിടെ ബലിയാടാകുകയായിരുന്നു. നോബീനെ ശരിക്കും ആ കുടുംബത്തിലൊരു വിത്തുകാള എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ പേരൻസിനും ഒക്കെ ആ വീട്ടിൽ നിന്ന് പോകുന്ന വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ നോബീനെയാണ് ഇവർ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം ഷൈനിയുടെ ആഭരണങ്ങളെല്ലാം നോബിക്ക് നല്ല ശമ്പളമുണ്ട് എന്ന് പറയുന്നു. ഷൈനിയുടെ ആഭരണങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നു, എന്താ പറയുക, പണയം വെച്ചിരിക്കുന്നു. അതുകൂടാതെ ഷൈനിനെ കൊണ്ട് ലോൺ എടുപ്പിച്ചിരിക്കുന്നു. അതുകൂടാതെ വാഹനങ്ങൾ എടുപ്പിച്ചിരിക്കുന്നു, അതിനകത്തും ലോണ്. അങ്ങനെ എല്ലാ വിധത്തിലും എനിക്ക് തോന്നുന്നു ഈ നോബീനെ ആ കുടുംബം അങ്ങ് വല്ലാതെ പിഴിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ മറുഭാഗത്ത്
ഈ പുള്ളിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ഈ കൂട്ടുകാരന്മാർ കുറച്ച് പേരുണ്ട്. അവരാണല്ലോ ഈ നല്ല കൂട്ടുകാരന്മാരുണ്ട് നല്ല രീതിയിലോട്ട് കൊണ്ടുപോകുന്നത്. അതുകൂടാതെ ഈ കുറച്ച് കൂട്ടുകാരന്മാർ കൂടി എന്താണ് ആ പുള്ളിയുടെ ജീവിതത്തെ അങ്ങ് ഒരു വിധത്തിൽ തകർത്ത് കളഞ്ഞു. ഈ കൂട്ടുകാരന്മാർ കുടിക്കാൻ പോകാതിരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പുള്ളി ആ കുടിയൊക്കെ ഉപേക്ഷിക്കുമായിരുന്നു. പക്ഷേ നമ്മൾക്കതിനകത്ത് നിന്ന് മനസ്സിലാകുന്ന കാര്യമുണ്ട്, ആദ്യ സമയങ്ങളിലൊക്കെ ഈ നോബിക്ക് ഷൈനിയോട് നല്ല സ്നേഹമായിരുന്നു, വണ്ടി വാങ്ങിക്കൊടുത്തു, അതൊക്കെ അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ഒത്തിരി നോബിൻ ഷൈനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകാം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഷൈനിയുടെ ഉള്ളിൽ ആ പഴയ സ്നേഹം, നോബി പണ്ട് കാണിച്ച സ്നേഹമൊക്കെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം ആ വീട്ടിൽ നിന്ന് എത്ര അടി കിട്ടിയിട്ടും ഇടി കിട്ടിയിട്ടും ഷൈനി അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ കൂട്ടാക്കാതെ ഇരുന്നത് എന്നുള്ളത് ഒരു വശത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എനിവേ എല്ലാം അവിടെ നിൽക്കട്ടെ. എനിക്ക് തോന്നുന്നത് നോബിനെയും നോബിയുടെ കുടുംബത്തെയും അവരുടെ കുടുംബജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ, അല്ലെങ്കിൽ അനിയനെ പോലെ നോബിക്കും അതിന് മുന്നേ തന്നെ ഒരു വീടെടുത്തൊക്കെ അങ്ങ് മാറിപ്പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടി അവരുടെ ഒരു കുടുംബജീവിതത്തിന് അടിത്തറ ഉണ്ടാകുമായിരുന്നു. എന്നാൽ അതില്ല. പേരൻസിന് വേണ്ടിയും പിന്നെ ഒരു ചേട്ടനുണ്ട്, അപ്പം എല്ലാവർക്കും കൂടെ വേണ്ടി എനിക്ക് തോന്നുന്നു ഈ ഷൈനിയും ഹസ്ബൻഡും ഒക്കെ കൂടെ ബലിയാടായി തീർന്നു. അപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഈ ഹസ്ബൻഡിന് മനസ്സിലാകുമല്ലോ, എന്തൊക്കെയാണെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അപ്പോൾ ഇതിൻ്റെ ഫ്രസ്ട്രേഷൻ മുഴുവനാണ് ഈ കുടി കഴിഞ്ഞുവന്ന് ഷൈനിയുടെ പുറത്തോട്ട് തീർത്തതെന്നാണ് എനിക്കതിനകത്തുനിന്ന് മനസ്സിലാകുന്നത്. പിന്നെ കൂട്ടുകാരന്മാർ, ഷൈനി ഇവിടെ നമുക്കറിയാം ഒരു ആണുങ്ങളുടെ ജോലിയൊക്കെ ഷൈനി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അസൂയ പൂണ്ടിരിക്കുന്ന കൂട്ടുകാരന്മാർ, അതായത് മധ്യവേളകളിൽ എന്താ പറയുക, അവർക്ക് കമ്പനി കൊടുക്കുന്ന കൂട്ടുകാരന്മാർ, അവന്മാരുടെ കുടുംബത്തിലും വലിയ ഗുണം ഉണ്ടാകുകയില്ല. അപ്പോൾ ഇവന്മാർ പറയുന്നുണ്ടാകും, എടാ നിന്റെ മെമ്പർ നോക്കി അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മോശം കമൻറ്റുകളും അടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫ്രസ്ട്രേഷൻ വന്നിട്ടായിരിക്കും നോബി എവിടെ തീർക്കുന്നത്, ഈ ഷൈനയുടെ ദേഹത്തോട്ട് തീർക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇവിടെ ഷൈനി മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇനി വരുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മളുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ കയറി ആളാകുവാൻ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി ചുമ്മാ ബലിയാടാക്കുവാൻ നമ്മൾ നിന്ന് കൊടുക്കരുത്. ഷൈനിക്കും എനിക്ക് തോന്നുന്നു അത് പറ്റിപ്പോയി എന്നാണ് തോന്നുന്നത്. കാരണം ഷൈനിനെ കുറിച്ച് അവിടെ പറയുന്ന ഷൈനിയുടെ ഫാദർ ഇൻ ലോയ്ക്ക് എന്താണ് കുറേ അസുഖങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നതും അദ്ദേഹത്തിന് ഭക്ഷണം എടുത്ത് കൊടുക്കുന്നതും അദ്ദേഹത്തിന് വേണ്ടുന്ന മരുന്നും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഈ ഷൈനി ആയിരുന്നെന്നും അനിയൻ്റെ ഭാര്യനെ ആ ഭാഗത്തോട്ട് കണ്ടിട്ടില്ല എന്നാണ് ഇന്നലെ മറുനാടൻ എക്സ്ക്ലൂസീവിൽ ഒരു ബന്ധുവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് കാണുവാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഈ ഷൈനി ആയിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ പെണ്ണിനെയൊക്കെ ഇങ്ങനെ അതിൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയതിന് ഇവരൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ഈ ഷൈനിയുടെ അപ്പനും അമ്മയ്ക്കും അതുപോലെ ഷൈനിയുടെ മദർ ഇൻ ലോയ്ക്കും ഫാദർ ഇൻ ലോയ്ക്കും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവസാന കാലത്ത് ഒരു നല്ല ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ ഈ ഷൈനിയും കുഞ്ഞുങ്ങളെയും ഉണ്ടാകുമായിരുന്നുള്ളൂ. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതിനെ അവർ മുൻപോട്ടുള്ള ജീവിതത്തിൽ അവരത് അനുഭവിക്കുവാൻ പോകുന്നതേ ഉള്ളൂ. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോരുത്തരുടെയും ഇനി ഒരു ഷൈനിമാർ ആവർത്തിക്കപ്പെടാതിരിക്കാൻ, ഇനിയും ഇതുപോലെ കുഞ്ഞുങ്ങളെയും കൂടി ട്രെയിനിൻ്റെ മുൻപിൽ പോയി കുടുംബ പ്രശ്നങ്ങളുടെ മുൻപിൽ പോയിട്ട് ചാടാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമ്മൾക്കൊന്നും എല്ലാ വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലേ. നമ്മൾക്ക് ദൈവത്തിൽ ആശ്രയിക്കുക മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാ വിധത്തിലും ശത്രു നമ്മളെ തകർക്കാൻ നോക്കും. അതായത് പ്രത്യേകിച്ച് ശത്രു എന്താണ്? ഈ കുടുംബജീവിതത്തെയാണ് നോട്ടമിടുന്നത്. കുടുംബജീവിതത്തിൽ മക്കളെ തെറ്റിച്ച് കളയുക, അപ്പനമ്മമാർ തമ്മിൽ യോജിപ്പില്ലാതാക്കുക, അല്ലെങ്കിൽ ഇതുപോലെ മദ്യത്തിന് അടിമയാക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഈ കുടുംബജീവിതത്തിൻ്റെ അകത്ത് വരും. പ്രശ്നങ്ങൾ കൊണ്ടിടും. സമാധാനത്തെയും സ്വസ്ഥതയും കെടുത്തിക്കളയും. കുഞ്ഞുങ്ങളുടെ സ്വസ്ഥതയും കെടുത്തും, അപ്പനമ്മമാരുടെയും സ്വസ്ഥതയെ കെടുത്തും. അങ്ങനെ സകല വിധത്തിലും ഈ കുടുംബജീവിതത്തെയാണ് ഈ പിശാച് ഏറ്റവും കൂടുതൽ നോട്ടമിടുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ദൈവം എന്താണ്? ദൈവം കുടുംബജീവിതത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തു അല്ലേ. ആദ്യം നമ്മൾക്കറിയാം ആദത്തിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവനൊരു തുണ വേണം എന്ന് പറഞ്ഞാണ് ഹവ്വായെ സൃഷ്ടിച്ചതല്ലേ. അപ്പോൾ അവിടെ തന്നെ ഒരു കുടുംബജീവിതത്തിന് എന്തിട്ടു? അടിത്തറ ഇട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾക്കറിയാം നമ്മുടെ സുവിശേഷങ്ങളിലോട്ട് വന്നു കഴിയുമ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചെല്ലാം യേശുക്രിസ്തു വളരെ മനോഹരമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഒരു എന്താ പറയുക, ഭാര്യയെ ഉപേക്ഷിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ദൈവം ഈ കുടുംബജീവിതത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മക്കളും കൊച്ചുമക്കളും അല്ലെങ്കിൽ മക്കളും അപ്പനും അമ്മയും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബത്തിന് ദൈവം ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾക്ക് ബൈബിൾ മൊത്തം എടുത്ത് പരിശോധിച്ചാൽ നമ്മൾക്ക് അതിനകത്ത് കാണുവാനായിട്ട് കഴിയും. കാരണം ഒരു കുടുംബങ്ങളെ ചിതറിക്കുന്ന ദൈവമല്ല, കുടുംബങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന ദൈവത്തെയാണ് നമ്മൾക്ക് വിശുദ്ധ ബൈബിളിനകത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ
എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് ഈ പിശാച് എപ്പോഴും നോട്ടമിടുന്നത് ആരെയാണ്? ഈ കുടുംബജീവിതത്തെയാണ് നോട്ടമിടുന്നത്. കാരണം കുടുംബജീവിതത്തെ താറുമാറാക്കി കളഞ്ഞാൽ മക്കളെ താറുമാറാക്കാൻ പറ്റും, അമ്മേനെയും അപ്പനെയും അവരെയും ഇങ്ങനെ അവരുടെ ജീവിതവും താറുമാറാക്കാൻ പറ്റും. കാരണം ഈ ഷൈനിയുടെയും നോബിയുടെയും ഒക്കെ ജീവിതം എടുത്താൽ തന്നെ അവരുടെ കുടുംബജീവിതം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞപ്പോഴാണ് ഷൈനി എന്ത് ചെയ്തത്? കുഞ്ഞുങ്ങളെയും കൂട്ടി ഇങ്ങോട്ട് വന്നതല്ലേ, വീട്ടിലോട്ട് വന്നത്. അതിനുശേഷമാണ് ആത്മഹത്യ നടക്കുവാനായിട്ട് ഇടയായത്. എനിക്ക് തോന്നുന്നു ആ നോബിയുടെ കൂട്ടത്തിൽ തന്നെ താമസിക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആത്മഹത്യ നടക്കത്തുണ്ടായിരുന്നില്ല. ഇവിടെ എന്താണ്, കുടുംബജീവിതം ശിഥിലമായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഒരു ആത്മഹത്യ സംഭവിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഈ പിശാച് പല വിധത്തിൽ നമ്മളുടെയൊക്കെ കുടുംബജീവിതത്തെ അല്ലെങ്കിൽ നമ്മളുടെ ജോലി മേഖലകളെ അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസത്തെ ഒക്കെ തകർക്കുവാൻ അല്ലെങ്കിൽ മക്കളുടെ ഭാവിയും മക്കളെ ഒക്കെ തകർത്ത് കളയുവാൻ ആര് ശ്രമിക്കും? ഈ പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ തിരിച്ചറിയുന്നവരായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾക്ക് ബോധമുണ്ടാകണം. നമ്മളുടെ കുടുംബജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മളുടെ ജോലി മേഖലകളിലേക്കെല്ലാം ഈ പിശാച് കടക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ നമ്മൾക്ക് ലഭിക്കുമല്ലേ? അവിടെയൊക്കെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ തലപൊക്കാൻ തുടങ്ങും. ആദ്യം ചെറുതായിരിക്കും, നമ്മളതിനെ അവഗണിച്ചങ്ങ് വിടും. അത് കഴിഞ്ഞ് പിന്നെയാണ് അത് വലിയ 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 വിഷയങ്ങളായിട്ട് മാറുന്നത്. ഓർക്കുക, അത് ചിലപ്പം വ്യക്തികളിലൂടെ ആയിരിക്കും കടന്നു വരുന്നത് അല്ലേ? നമ്മളുടെ സഹോദരങ്ങളിലൂടെ ചിലപ്പോൾ കടന്നു വരാം. എന്ന് വെച്ചാൽ സ്വത്തിന് വേണ്ടിയിട്ട് സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം വരാം. അവരുടെ കുടുംബജീവിതത്തെ തകർക്കുവാൻ ഈ സഹോദരങ്ങൾ തന്നെ ശ്രമിച്ചെന്നിരിക്കാം. എന്ത്? സ്വത്തിന് വേണ്ടിയിട്ട് അല്ലേ? അങ്ങനെ പല വിധത്തിൽ. പിന്നെ അപ്പനും അമ്മമാരും അവരും ചിലപ്പോൾ മക്കളുടെ കാര്യത്തിൽ സ്വാർത്ഥരാകും. എന്ന് വെച്ചാൽ മക്കൾ നല്ലൊരു കുടുംബജീവിതം നയിക്കുമ്പോൾ എൻ്റെ മകൻ്റെ സ്നേഹം ആ വന്നു കയറുന്ന ഭാര്യയ്ക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിട്ടുപോകുന്നു എന്ന് പറഞ്ഞ് അവരുടെ കുടുംബജീവിതത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന പേരൻസും ഉണ്ട്. അതൊക്കെ ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ. എത്ര സ്റ്റോറികളൊക്കെ നമ്മൾ കേൾക്കുന്നു, എത്ര നമ്മൾ കാണുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെയൊക്കെ ജാഗ്രതയോടെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അപ്പോൾ നമ്മൾക്ക് ബുദ്ധി കൊണ്ടൊന്നും നടക്കത്തില്ലല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മളുടെ ഓരോ കുടുംബജീവിതങ്ങളെയും അല്ലെങ്കിൽ നമ്മളുടെ മക്കളുടെ ഭാവി, നമ്മളുടെ വിദ്യാഭ്യാസം, നമ്മളുടെ ജോലി, ഇതെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ കരത്തിൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഏൽപ്പിച്ചു കൊടുത്തിട്ട് ചുമ്മാ കൈയും കെട്ടിയിരിക്കാനാണോ? അല്ല, നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമ്മളുടെ ദൈവത്തിൻ്റെ വചനമുണ്ട്. ദൈവത്തിൻ്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അടുത്തത് എന്താണ്? വചനം ദൈവമായിരുന്നു. എന്ന് വെച്ചാൽ ഈ വചനം ദൈവമാണ്. വചനം എന്ന് പറയുന്നത് ദൈവമാണ്. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ് വചനം എന്താണ്? വേറെ നമ്മൾക്ക് ഇതിനകത്തോട്ട് വരുമ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ഇതിനകത്തോട്ട് എന്താ പറയുക, ലേഖനങ്ങളിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ കാണുവാൻ പറ്റും വചനം എന്താണ്? ഇരുവായ്ത്തലുള്ള മൂർച്ചേറിയ വാളാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ വചനത്തിനെ കൊണ്ട് പല ഉപയോഗങ്ങളുണ്ട്. വാളായിട്ട് വെട്ടുവാൻ പറ്റും. രണ്ടാമത് എന്താണ്? അത് ദൈവമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ് അല്ലേ? ക്രിയ ചെയ്യുന്നവനാണ്. അപ്പോൾ ആ വചനത്തിന് ഭയങ്കര ശക്തി ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ചുമ്മാ കുറേ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടിയത് കൊണ്ടായില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ എന്താണ്? ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ്. എന്ന് വെച്ചാൽ അപ്പനും മക്കളും തമ്മിലുള്ള സംഭാഷണമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ കുറേ എന്താ പറയുക, എഴുതിക്കൊണ്ട് വന്നിട്ട് അത് നോക്കി ഇങ്ങനെ കുറേ വായിക്കുമ്പോൾ അത് സംസാരമാകുമോ? ആകത്തില്ല അല്ലേ? അപ്പോൾ നമ്മൾ ദൈവവുമായിട്ടുള്ള സംസാരവും യാചനയും എല്ലാം വരുന്നത് എവിടെയാണ്? നമ്മളും ദൈവവുമായിട്ട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാകണം. അതിന് നമ്മൾ കുറേ എന്താ പറയുക, പുസ്തകങ്ങൾ നോക്കി വായിക്കുകയോ അല്ലെങ്കിൽ ചുമ്മാ വല്ലവരും പഠിപ്പിച്ചതൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അത് നമ്മളുടെ ഹൃദയം തുറന്ന് നമ്മൾ ദൈവത്തോടും സംസാരിക്കണം. അതാണ് പ്രാർത്ഥന. നമ്മളുടെ ആവശ്യങ്ങൾ പറയണം, നമ്മൾ ചില കാര്യങ്ങൾ യാചിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളോട് എന്താ പറയുക, ദൈവം നമ്മളോട് സംസാരിക്കും കേട്ടോ. ദൈവം ചുമ്മാ മിണ്ടാതിരിക്കുന്ന ദൈവമൊന്നുമല്ല. കാരണം ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം നന്നായി കേട്ടിട്ടുണ്ട്. എന്നോട് ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് ദൈവം എന്നോട് ഇങ്ങോട്ടും ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ദൈവം എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു ദിവസം വെളുപ്പിന് ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എഴുന്നേറ്റ് വന്നത് ഞാൻ കേൾക്കുന്ന ശബ്ദമാണ്, മക്കളെങ്കിൽ അവകാശികൾ വന്ന് ചിലതൊക്കെ എന്നോട് ചോദിക്കും. ഇതൊരു മനുഷ്യൻ പറയുന്നതായിട്ട് ഒരു പുരുഷ ശബ്ദത്തിലാണ് ദൈവം എന്നോട് ഈ ഒരു കാര്യം സംസാരിച്ചത്. പറഞ്ഞതെന്താ? മക്കളെങ്കിൽ അവകാശികളുമാണ്, നീ ചിലതൊക്കെ എന്നോട് ചോദിക്കുക എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് നമ്മൾ ചിലതൊക്കെ ചോദിക്കണം. നമ്മളുടെ കുടുംബജീവിതത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന്, നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ, ജോലിയുടെ എവിടെ നമ്മളുടെ സമാധാനത്തെ കിടുന്നു അവിടെയൊക്കെ ദൈവത്തെ നമ്മൾ ക്ഷണിക്കണം അല്ലേ? ദൈവത്തോട് നമ്മളതൊക്കെ പറയണം, നമ്മൾ ചോദിക്കണം, നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ പറയണം. നമ്മൾ എന്തൊക്കെ നമ്മൾക്ക് ആവശ്യമുണ്ട് അതൊക്കെ നമ്മൾ ചോദിക്കണം. കാരണം നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. എന്ന് വെച്ചാൽ ദൈവം ആരാണ്? ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും സൃഷ്ടിതാവ് ആരാണ്? ദൈവമാണ്. അതുകൊണ്ട് എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ജീവിതത്തിലേക്ക് പിശാചിൻ്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ, അത് വ്യക്തികളിലൂടെ ആകട്ടെ, ഏതെങ്കിലും വിധത്തിൽ കടന്നു വരുന്നുവെന്ന് കണ്ടു കഴിയുമ്പോൾ അതിനെ തകർക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന മാത്രമല്ല, ഉപവസിക്കണം. ഉപവസിക്കണം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലേ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. ഏത് ജാതി? ഈ പൈശാചിക ശക്തികൾ മാറിപ്പോകത്തില്ല. അപ്പോൾ നമ്മൾക്ക് ഉപവാസം വേണം. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഫുള്ളായിട്ട് ദൈവസന്നിധിയിൽ ഉപവസിക്കുവാൻ പറ്റണം. ഇനി നമ്മൾക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉച്ചവരെയെങ്കിലും, ഇനിയിപ്പം നമുക്കറിയാം BP ഉണ്ട്, അല്ലെങ്കിൽ ഡയബറ്റിക് ആണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉച്ചവരെയെങ്കിലും നമ്മൾക്ക് ഉപവസിക്കുവാൻ പറ്റുള്ളൂ. നമ്മൾ ഉപവസിക്കണം. എന്തിനു വേണ്ടി ഉപവസിക്കണം? ഒന്നെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബസ്ഥരാണെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കണം. ഉപവസിച്ച് കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ പെട്ടെന്ന് മറുപടി കിട്ടുമെന്നല്ല കേട്ടോ. സ്ലോലി നമ്മൾക്കറിയാം ആ വിഷയങ്ങളൊക്കെ വിട്ടുമാറുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ പ്രാർത്ഥനയും ഉപവാസവും വേണം. അതുകൂടാതെ എന്ത് വേണം? വചനം വേണം. ഈ വചനം എടുത്ത് നമ്മൾ ഉപയോഗിക്കണം. വചനം നമ്മൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ വചനം നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കണം. നമ്മൾ അടുക്കളയിലാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ, നമ്മൾക്ക് അവിടെ ഫ്രീ ടൈം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തും, അല്ലെങ്കിൽ ജോലി മേഖലകളിൽ അവിടെ ഒക്കെ നമ്മൾക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചില വചനങ്ങളൊക്കെ നമ്മൾ ഹൃദ്യസ്ഥമാക്കി ആ വചനങ്ങൾ നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മളുടെ ആവശ്യങ്ങൾക്കുള്ള എല്ലാത്തിനുമുള്ള പരിഹാരം എവിടെയുണ്ട്? വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. അതിനകത്തുനിന്ന് നമ്മൾ കണ്ടുപിടിച്ച് നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പം ഞാനൊരു 3 വചനം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് എല്ലാ മേഖലകളിലും നമ്മൾക്ക് അപ്ലിക്കബിൾ ആകുന്ന വചനമാണ്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. ഒന്നാമത്തെ വചനം എന്ന് പറയുന്നത് യേശയ്യാപ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം, അതിനകത്തെ 17-ാമത്തെ വാക്യം. അതിനകത്ത് ഇത് കത്തോലിക്ക ബൈബിളിലുമൊക്കെ ഇത് തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളൊക്കെ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സംഭവമൊക്കെ കറക്റ്റാണ്. ആ വചനത്തിൽ എന്താ പറയുന്നത്? നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് വിരോധമായിട്ട് ശത്രുവാകട്ടെ മനുഷ്യനാകട്ടെ ആരും ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. പകരം നമ്മൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന നാവിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറ്റം വിധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വചനം നമ്മളിങ്ങനെ ഹൃദ്യസ്ഥമാക്കണം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്കത് കുറിച്ച് വെക്കാം. ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം. ഇനി അറിയാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കുറിച്ച് വെച്ച യേശയ്യാപ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം, അതിൻ്റെ 17-ാമത്തെ വാക്യമാണ്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. ആ വചനം നമ്മൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വചനത്തെ, നമ്മളുടെ വിഷയങ്ങളെ കണ്ടിട്ട് ഈ വിഷയങ്ങളിലേക്ക് ഞാൻ ആ വചനത്തെ റിലീസ് ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് റിലീസ് ചെയ്യുന്നു. എൻ്റെ ജോലി മേഖലകളിലേക്ക് റിലീസ് ചെയ്യുന്നു. എൻ്റെ എന്താ പറയുക, പഠിക്കുന്നവരാണെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് റിലീസ് ചെയ്യുന്നു. എൻ്റെ കുടുംബജീവിതത്തിലേക്ക് റിലീസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വചനം എടുത്തിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ വചനം എന്താണ്? ദൈവമാണല്ലേ. വചനം ദൈവമാണ്. അതുകൂടാതെ അത് എന്താണ്? ഇരുവായ്ത്തലുള്ള മൂർച്ചയേറിയ വചനമാണ്. എന്ന് വെച്ചാൽ നമ്മൾക്കെതിരെ വരുന്നതിനെയും നമ്മൾക്കെതിരെ നിൽക്കുന്നതിനെയും എല്ലാം തകർത്ത് കളയുന്ന വചനമാണ്. അപ്പോൾ ഇത് നമ്മൾ റിപ്പീറ്റഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി അടുത്തൊരു വചനമുണ്ട്. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം, അതിൻ്റെ 25-ാം വാക്യത്തിലാണ് പറയുന്നത്, ബലവാനോട് ബന്ധന്മാരെ എടുത്തു കളയാം, നിഷ്കണ്ടകൻ്റെ കവർച്ചയും വിടുവിക്കാം. നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിൻ്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. ഇതും ഒരു വചനമാണ്. ഇത് നമ്മൾ എന്താണ്? ഇതും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ അതിനകത്ത് എന്താ പറയുന്നത്? ബലവാനോട് ബന്ധന്മാരെ എടുത്തു കളയാം. നമ്മളെ കഴിഞ്ഞ് ബലമുള്ള ശത്രുവായിരിക്കും നമ്മൾക്കെതിരെ നിൽക്കുന്നത്. അതിനെയൊക്കെ തകർത്ത് കളയുന്ന ദൈവത്തിൻ്റെ വചനത്തെ നമ്മളങ്ങ് റിലീസ് ചെയ്യണം. ആ വചനം ഏതാണ്? യേശയ്യാപ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 25-ാമത്തെ വാക്യം. അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനി അടുത്തൊരു വചനമുണ്ട് കേട്ടോ, സങ്കീർത്തനം 125-ന്റെ 3. അതിനകത്ത് എന്താ പറയുന്നതെന്നറിയാവോ? നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ കുറേ പ്രതിസന്ധികൾ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഈ വിശ്വാസമൊന്നും വേണ്ടപ്പാ, ഈ ദൈവവിശ്വാസമൊന്നും വേണ്ടെന്ന് വിചാരിച്ച് നമ്മളെന്തെങ്കിലും എന്താ പറയുക, കുറുക്കു വഴികളിലൊക്കെയൊക്കെ പോകുവാനുള്ള ചാൻസ് ഉണ്ടല്ലേ. അതിന് തന്നെയാണ് പിശാച് എന്ത് കൊണ്ടുവരുന്നത്? നമ്മളുടെ ജീവിതത്തിൽ വിഷയങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഈ വചനം എടുക്കണം. അതെന്താണ് പറഞ്ഞിരിക്കുന്നത്? നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. എന്ന് വെച്ചാൽ നീതിമാന്മാർക്ക് ദൈവം തന്നിരിക്കുന്ന കുറച്ച് അവകാശങ്ങളുണ്ടല്ലേ. ആ അവകാശത്തിന്മേൽ എന്തിരിക്കത്തില്ല? ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. ദുഷ്ടൻ്റെ ചെങ്കോൽ വരുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ വചനം അങ്ങ് എടുത്തിട്ട് വേണം. എന്ന് വെച്ചാൽ ഒരു വിവാഹ ജീവിതം, ഇപ്പോൾ ഷൈനിനെ സംബന്ധിച്ചിടത്തോളം ഷൈനിയുടെ വിവാഹ ജീവിതവും ഷൈനിയുടെ ആ കുഞ്ഞുങ്ങളും ഒക്കെ അത് ഷൈനിക്ക് അവകാശപ്പെട്ടതായിരുന്നു അല്ലേ. ആ ഹസ്ബൻഡിനെയാണ് ഷൈനിയിൽ നിന്നും അകറ്റിക്കളഞ്ഞതല്ലേ. അപ്പോൾ ആ നോബീനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുഞ്ഞുങ്ങളെ, ഭാര്യയൊക്കെ അകറ്റിക്കളഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്? ദുഷ്ടൻ്റെ ചെങ്കോൽ അവിടെ വന്നു. ദുഷ്ടൻ്റെ ചെങ്കോൽ വന്നപ്പോഴാണ് അതിനെ ശിഥിലമാക്കി കളഞ്ഞത്. ഇനി അതുപോലെ തന്നെ
നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എന്താണ് നമ്മൾ പഠിച്ച് നല്ല നിലയിൽ എത്തണമെന്നുള്ളത് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹമാണ്, നമ്മൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. അപ്പോൾ അതിൻ്റെ മേൽ പിശാചിൻ്റെ ദുഷ്ടൻ്റെ ചെങ്കോല് വരും, അല്ലേ? നമ്മൾക്ക് പഠിക്കാൻ പറ്റാതെ വരും, ചിലപ്പോൾ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ നമുക്ക് അസുഖങ്ങൾ വരിക, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ വചനം അതിനകത്ത് നമ്മൾ ഉപയോഗിക്കണം. ഇനി രണ്ടാമത്തെ വേറൊരു വിഷയം എന്താണ്? നമ്മളുടെ ജോലി മേഖലകളിൽ, അല്ലേ? ജോലി മേഖലകളിൽ എന്താണ്? നമ്മളെ ജോലി എടുക്കുവാൻ സമ്മതിക്കാതെ വേണം നമ്മളുടെ മേലധികാരികളോ അല്ലെങ്കിൽ കൂടെയുള്ള സഹപ്രവർത്തകരോ ഒക്കെ നമ്മൾക്ക് പാര വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ, അല്ലേ? എന്തെല്ലാം ഇന്ന് കമ്പ്യൂട്ടർ ആയതുകൊണ്ട് ഏതെല്ലാം വിധത്തിൽ പാര വയ്ക്കും. നമ്മളതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കമ്പ്യൂട്ടറിനകത്ത് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് പോയി കഴിയുമ്പോഴായിരിക്കും ഇവന് ഏതെങ്കിലും ഒന്ന് വന്നിട്ട് ആ മൗസിൽ ഒരൊറ്റ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ ഒരു കുനിഷ്ട് കാണിക്കാൻ പറ്റുന്നത്. അതൊക്കെ ഇവർ ചെയ്യും. കാരണം ഇന്ന് പിശാച് അതുപോലെ വിളയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വചനം പറയണം. എന്ത്? നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. നമ്മൾക്ക് കിട്ടേണ്ട ജോലി കിട്ടാതെ വരുമ്പോൾ, നമ്മൾ അന്വേഷിക്കുന്ന ജോലി കിട്ടാതെ വരുമ്പോൾ, നല്ലൊരു വിവാഹ ജീവിതം കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ പഠനം നല്ല രീതിയിൽ എത്താതെ വരുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വചനം എടുത്തങ്ങ് പ്രയോഗിച്ചോണം. ഇങ്ങനെ നമ്മൾ ഇപ്പം ഞാനൊരു ജസ്റ്റ് 3 വചനം മാത്രമേ പറഞ്ഞുള്ളൂ. ഒരുപാട് വചനങ്ങളുണ്ട് കേട്ടോ. അതിനാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴും വചനം വായിച്ച് അതിനകത്തുനിന്ന് നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ വചനങ്ങളും നമ്മൾ കണ്ടെത്തി അത് നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. പിന്നെയുണ്ട് എന്താണ്? നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന, അത് നമ്മൾ പറഞ്ഞു അല്ലേ? അത് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്കെതിരെ ചിലപ്പോൾ മറ്റുള്ളവരുടെ എതിർ പ്രാർത്ഥനകൾ വരാം, അല്ലേ? നമ്മൾക്കെതിരെ നേർച്ച കാഴ്ചകൾ വരാം, നമ്മൾക്കെതിരെ എന്താ പറയുക, ചൊല്ലിക്കെട്ടിയ പ്രാർത്ഥനകളൊക്കെ വരാം. അതിനെയൊക്കെ തകർത്ത് കളയുവാൻ ഏത് വചനം ഉപകരിക്കും? നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. അപ്പോൾ ഈ വചനങ്ങളൊക്കെ നമ്മൾ ഹൃദയസ്ഥമാക്കി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. പിശാച് ഒരു വിധത്തിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് കടക്കാതിരിക്കാൻ, രോഗമിട്ടുകൊണ്ടോ സാമ്പത്തിക ബുദ്ധിമുട്ടിട്ടുകൊണ്ടോ കടഭാരങ്ങൾ ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബജീവിതത്തെ തകർത്തുകൊണ്ടോ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ തകർത്ത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ തകർത്ത് അവരെ വഴിതെറ്റിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബജീവിതം ജോലി മേഖലകളിൽ ഒക്കെ പിശാച് കിടക്കുന്നുവെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും വചനം പറഞ്ഞ് നമ്മൾ അതിന്മേൽ ജയമെടുക്കണം. ദൈവത്തിന് മാത്രമേ അവസാന ജയം നമ്മൾക്ക് തരുവാൻ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.